ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ജാക്ക് ഫ്രൂട്ട് കേക്കാണ്. മൈദ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഷുഗറും യൂസ് ചെയ്യുന്നില്ല. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. 1 കപ്പ് ശർക്കര പാനി, നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനിയാണ് എടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ശർക്കര മുട്ടയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ശർക്കര പൊടിയാണെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഞാനിത് പാനിയാക്കി അരിച്ചെടുത്തതാണ്. വെള്ളം അധികം ചേർക്കാതെ നല്ല തിക്കായിട്ട് തന്നെ എടുക്കണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് ചക്ക, പഴുത്ത ചക്ക അരച്ചെടുത്താണ്, പേസ്റ്റ് ആക്കിയതാണ്. നന്നായിട്ട് അരച്ചെടുത്ത 1/2 കപ്പ് ചക്ക പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ ഗീയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിക്കായിട്ടുണ്ട്, അത് കാരണം ഞാൻ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യമെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കാഷ്യൂനട്ടും ബദാമും വാൾനട്ടും എല്ലാം പീസസ് ആക്കിയത്, കുറച്ച് ഗോതമ്പ് മാവും കൂടെ ചേർത്ത് ആക്കിയതാണ്. അത് മിക്സ് ചെയ്തെടുത്താണ്. അതും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ അത് എല്ലാം ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ താഴെ പോയി സെറ്റാവും. അപ്പം അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടും. ഇപ്പം ഞാനൊരു ബ്രെഡ് ടിന്നാണ് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ എനിക്കൊരു 30-35 മിനിറ്റോളം വേണ്ടി വന്നു. ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇപ്പം ഞാനിത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഇതാണെന്നൊന്നും പറയില്ല കേട്ടോ. നമ്മൾ ആ കൊക്കോ പൗഡറൊക്കെ ചേർത്ത് വരുന്ന കാരണം നല്ലൊരു ടേസ്റ്റാണ് ഇതിന്.
ചക്കയുടെ ഒരു ചെറിയ ഫ്ലേവറൊക്കെ ഉണ്ടാവും. എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. തയ്യാറാക്കി നോക്കൂ. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.